ഇന്ത്യ ഇപ്പോൾ ഏകദേശം 54,000 കോടി രൂപയുടെ പ്രതിരോധ വികസനമാണ് നടത്താൻ പോകുന്നത്. വരുണാസ്ത്ര ടോർപിഡോകൾ, T-90 ടാങ്ക് നവീകരണങ്ങൾ, AEW&C സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 54,000 കോടി രൂപയുടെ പ്രതിരോധ വികസനവുമായിട്ടാണ് ഇന്ത്യ ഇനി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി നൂതന ഹെവി വെയ്റ്റ് ആന്റി സബ്മറൈൻ വരുണാസ്ത്ര ടോർപിഡോകൾ വാങ്ങുന്നതുൾപ്പെടെ ഇന്ത്യയുടെ സായുധ സേനയുടെ 54,000 കോടിയിലധികം വരുന്ന 8 മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ വ്യാഴാഴ്ച അംഗീകാരം നൽകി. നമ്മുടെ DRDOയ്ക്ക് കീഴിലുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി രൂപകൽപ്പന ചെയ്ത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചതാണ് ഈ നൂതന ടോർപിഡോ. 95% തദ്ദേശീയ ഉള്ളടക്കത്തോടെ നിർമ്മിച്ച ഒരു കപ്പൽ വിക്ഷേപണ ആയുധമാണിത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത്. എതിരാളികളിൽ നിന്നുള്ള അന്തർവാഹിനി ഭീഷണികൾക്കെതിരെ ഇന്ത്യൻ നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കാനാണ് വരുണാസ്ത്ര എത്തുന്നത്. ആഴം കുറഞ്ഞതും ആഴമേറിയതുമായ ജലാശയങ്ങൾ അന്തർവാഹിനികൾക്കെതിരെ ഉപയോഗിക്കുന്നതിനാണ് വരുണാസ്ത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹെവി വെയ്റ്റ് ടോർപിഡോകൾ വെടിവെക്കാൻ കഴിവുള്ള വിവിധ ആന്റി സബ്മറൈൻ വാർഫെയർ കപ്പലുകളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാനും കഴിയും. ഏകദേശം 1500 കിലോഗ്രാം ഭാരവും 7.78 മീറ്റർ നീളവും 533 മില്ലിമീറ്റർ വ്യാസവുമുള്ള വരുണാസ്ത്ര 250 കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടനാത്മകമായ വാർഹെഡ് വഹിക്കുകയും 40 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഇടയിൽ പ്രവർത്തന പരിധിയിൽ 50 നോട്ടിക്കൽ വരെ വേഗതയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്ത്യൻ നാവികസേനയിൽ ടോർപിഡോ ഉൾപ്പെടുത്തിയതോടെ അത്യാധുനികമായ അണ്ടർ വാട്ടർ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിവുള്ള 8 രാജ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇന്ത്യയും ഇടം നേടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി പൊരുത്തപ്പെടുന്നതും തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതും വരുണാസ്ത്രയുടെ വികസനമാണ്. നാവിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അതിന്റെ നൂതന സവിശേഷതകളും വിപുലമായ പരീക്ഷണങ്ങളും ഉപയോഗിച്ച് ഇതൊരു ഉപരിതല യുദ്ധത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 2,500 കോടി രൂപയുടെ മറ്റൊരു കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കരാറിൽ നാഗ് മിസൈൽ സിസ്റ്റവും സായുധ സേനയ്ക്കായി 5000 ലൈറ്റ് വാഹനങ്ങളുമാണ് ഉൾപ്പെടുന്നത്. NAG മിസൈൽ സിസ്റ്റം അഥവാ NAMIS TR മിസൈൽ സിസ്റ്റത്തിന്റെ പതിപ്പിനായി ആർമഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡുമായി ഏകദേശം 1801.34 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത ഈ നൂതന ടാങ്ക് വിരുദ്ധ ആയുധ സംവിധാനത്തിൽ 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗറ്റ് സാങ്കേതിക വിദ്യയാണ് ഉൾപ്പെടുന്നത്. സ്ഫോടനാത്മക റിയാക്റ്റീവ് ആർമർ സജ്ജീകരിച്ചിരിക്കുന്ന ആധുനിക കവചിത വാഹനങ്ങളെ നിർവീര്യമാക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ മെച്ചപ്പെട്ട യുദ്ധക്കള ചലനത്തിനായി NAMICAയുമായി സംയോജിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. ശത്രു കവചങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഏറ്റവും സങ്കീർണമായ ടാങ്ക് വിരുദ്ധ ആയുധ സംവിധാനങ്ങൾ ഒന്നാണ് NAMIS TR. ടാങ്ക് വിരുദ്ധ മിസൈലുകളും മെച്ചപ്പെടുത്തിയ ഫയർ പവറും മാരകതയും ഉറപ്പാക്കുന്ന നൂതന ദൃശ്യ സംവിധാനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിരീക്ഷണ പോരാട്ട ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനായി 6 അധിക നേത്ര MK1 എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ സ്വന്തമാക്കുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനുമതി നൽകി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനങ്ങൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന എംബ്രയർ ERJ-145 റീജിയണൽ ജെറ്റുകളിൽ ഘടിപ്പിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിമാനങ്ങൾ ഇനി ഉൽപാദനത്തിനില്ല. ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, തത്സമയ ആശയവിനിമയ ശൃംഖലകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഈ നേത്ര മാർക്ക് 1A ഉൾപ്പെടുന്നുണ്ട്. വിജയം തെളിയിച്ച ചരിത്രമാണ് നേത്രയ്ക്കുള്ളത്. 2017 മുതൽ പ്രവർത്തനക്ഷമമാവുകയും 2019 ബാലക്കോട്ട് ആക്രമണങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചതുമായ നേത്ര സിസ്റ്റങ്ങളുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ മെച്ചപ്പെടുത്തിയ റഡാർ പ്രകടനത്തിനായി ഗാലിയം നൈട്രേറ്റ് അടിസ്ഥാനമാക്കിയുള്ള ട്രാൻസ്മിറ്റർ റിസീവ് മൊഡ്യൂളുകൾ പോലുള്ള നവീകരണങ്ങളും ഈ പുതിയ ബാച്ചിൽ ഉൾപ്പെടുത്തും. മാർക്ക് 1A പുറമെ DRDO ഇപ്പോൾ മാർക്ക് 2 വികസിപ്പിക്കുന്നുണ്ട്. എയർ ഇന്ത്യയിൽ നിന്ന് ഏറ്റെടുത്ത എയർബസ് A321 വിമാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് DRDO ഇപ്പോൾ മാർക്ക് 2 വികസിപ്പിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി വിപുലീകൃത റഡാർ കവറേജും നൂതന സെൻസറുകളും ഈ വകഭേദത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ സൈനിക വികസനത്തോടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതികരണത്തിന്റെ ഭാഗമാണ് റഡാർ കപ്പലിന്റെ വിപുലീകരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.